സർ, പയ്യന്നൂർ മണ്ഡലത്തിലെ എരമത്ത് കണ്ണൂർ സൈബർ പാർക്കിന് വേണ്ടി 2007 മുൻപാണ് 25 ഏക്കറിലധികം ഭൂമി സൗജന്യമായി ഗവൺമെൻറ്റിലേക്ക് നൽകുകയും IT സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. 2016 IT പാർക്ക് കമ്മീഷൻ ചെയ്യും എന്നാണ് അന്ന് ഗവൺമെൻറ് പറഞ്ഞത്. പിന്നീടും പല സന്ദർഭങ്ങളിൽ ഈ സഭയിൽ ആ വാഗ്ദാനം ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാമീണ മേഖലയിൽ IT സംരംഭങ്ങൾ പ്രായോഗികമല്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതി ഉപേക്ഷിച്ച് വ്യവസായ പാർക്കിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ 3 വർഷമായി നിരന്തരമായി വ്യവസായ വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഈ കാര്യങ്ങളിൽ നിവേദനങ്ങളും മറ്റ് നടപടികളും നീക്കിയിരുന്നു. വിവിധ ഘട്ടങ്ങളിൽ വ്യവസായ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്തുകൊണ്ട് യോഗങ്ങളും വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിക്കുകയുണ്ടായി. ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത് വ്യവസായത്തിന് ഭൂമി ദൗർലഭ്യം കേരളത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഭൂമിയുണ്ട്, വടക്കൻ കേരളത്തിൻ്റെ വ്യാവസായിക പുരോഗതിക്ക് വലിയ സഹായകമാവുന്നതാണ്. വ്യവസായ പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പ്രായോഗികമായി എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പല രീതിയിലുള്ള സാങ്കേതിക കാര്യങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണ്. ഈ കണ്ണൂർ സൈബർ പാർക്കിൻ്റെ സ്ഥലം വ്യവസായ പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടി അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമോ, പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുമോ എന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട വ്യവസായിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് അധികാരമേറ്റുടൻ തന്നെ 7/10/2021 ഒരു യോഗം ചേരുകയുണ്ടായി. വ്യവസായ വകുപ്പ് ആ പാർക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി. അത് പിന്നീട് IT വകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ച് ധനകാര്യ വകുപ്പിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി അത് പൊതുവെ ആ കാര്യം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സെസ്സിലാണ് ആ മേഖല കിടക്കുന്നത്. സെസ്സിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് ശരിയായ രൂപത്തിൽ നമുക്ക് നിക്ഷേപം ആകർഷിക്കാൻ കഴിയില്ല എന്ന് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും ആ വകുപ്പുമായിട്ട് യോഗം ചേർന്നിരുന്നു. അപ്പോൾ സെസ്സിൽ നിന്ന് മാറുന്നതിന് വേണ്ടി പ്രത്യേകമായ അപേക്ഷ കൊടുക്കുന്നതിന് 1.5 കോടി രൂപ കെട്ടിവെക്കേണ്ടത് അതിനാവശ്യമായ ചെലവ് വരുന്നുണ്ട്. അത് ഇലക്ട്രോണിക്സ് വകുപ്പിന് പറ്റില്ല എന്ന് കണ്ടപ്പോൾ കിൻഫ്ര ആ പണം ഇതിനകം KSITL 1.52 കോടി രൂപയും കൈമാറിയിട്ടുണ്ട്. MOUവിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിന്ന് ഭൂമി ഒഴിവാക്കാനുള്ള തുടർ നടപടികൾ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൽ തുടർന്നു വരുന്നുണ്ട്. അത് പൂർത്തീകരിച്ച് വ്യവസായ വകുപ്പിന് കൈമാറ്റം ചെയ്താൽ ഉടൻ തന്നെ വ്യവസായ വകുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. വിശദമായ മറുപടി ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു.